കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് എല്ലാവരും മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വന്നൊരു മെയിലായിരുന്നു കേട്ടോ. ഈ മെയിലിൽ കൂട്ടി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്തു വെച്ച ഒരു മിസ്റ്റേക്കും ആ മിസ്റ്റേക്ക് മാറ്റിയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയതും ആയിരുന്നു എൻ്റെ ആ ഒരു മെയിലിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് കാര്യം എന്താണെന്ന് നോക്കാം. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. പോസിറ്റീവ് കിട്ടുമോ നെഗറ്റീവ് കിട്ടുമോ എന്ന് നമ്മൾ ഒരുപാട് ആലോചിച്ച് എന്താകുമെന്ന് നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയം. എന്നാൽ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ് നിങ്ങളുടെ പ്രഗ്നൻസി ടെസ്റ്റിനെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് പലർക്കും തന്നെ ഒരു ഗ്രാഹ്യം അല്ലെങ്കിൽ ഒരു അറിവ് ഇല്ല. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അമിതമായിട്ട് ടെൻഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പ്രഗ്നൻസി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഏർലി ടൈം, അതായത് പീരിയഡ്സ് മിസ്സായിട്ട് ചിലവരും തന്നെ ആൻസൈറ്റിയോട് കൂടിയിട്ട് പീരിയഡ്സ് മിസ്സാവുന്നതിന് മുൻപ് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കും. ചിലർ പീരിയഡ്സ് മിസ്സായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കും. ചിലർ വളരെ നേരത്തെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ HCG ഹോർമോണിന്റെ വാല്യൂ ഒരു 25 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന നോർമലി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ അതിനേക്കാളും താഴെയാണ് നിങ്ങളുടെ ശരീരത്തിലെ HCG ഹോർമോണിന്റെ വാല്യൂ എങ്കിൽ നമ്മളുടെ വീട്ടിലെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനൊന്നും തന്നെ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, അതായത് നമ്മളുടെ ആ ഒരു ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെ കുഞ്ഞിനായി തുടങ്ങുന്നേ ഉള്ളൂ, ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നതിന് കാരണമാവുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങൾ സ്ട്രെസ്സിലാകുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. നമ്മൾ സ്ട്രെസ്ഫുൾ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരം നല്ലതുപോലെ ചൂടാകും. ചിലർക്ക് ഷിവറിങ് ഉണ്ടാകും, ചിലർക്ക് മൈൻഡ് മൊത്തത്തിൽ അങ്ങോട്ട് ഡിഫറെന്റ് ആയി പോകും, ചിലർക്ക് മറവി ഉണ്ടാകും. അത് ഒരുപാട് സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോഴേക്കും അതിനർത്ഥം നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഹോർമോൺസ് നമ്മൾ സ്ട്രെസ് ആകുമ്പോഴേക്കും ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ ഹോർമോൺസ് നമ്മളുടെ പ്രഗ്നൻസി ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോഴേക്കും ഈ ഫ്ലക്ച്വേഷൻ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ടെസ്റ്റ് കിറ്റിനെയും, അതായത് നമ്മൾ ആ യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ HCG ഹോർമോണിന്റെ അളവ് യൂറിനിലുള്ളതിനെയും സാരമായിട്ട് തന്നെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ് ശരീരത്തിൽ ഇൻക്രീസ് ആകുമ്പോഴേക്കും അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നു. ഈ അഡ്രിനാലിൻ ഹോർമോൺ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന്റെ ആ അക്യുറസിയെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നു. അഡ്രിനാൽ ഹോർമോൺ കൂടുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് HCG ഹോർമോൺ നമ്മുടെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെ വരുമ്പോഴും നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, അതായത് പീരിയഡ്സ് മിസ് ആകുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ പീരിയഡ്സ് മിസ്സായിട്ട് രണ്ടാമത്തെ ദിവസമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിന് കാരണമാകുന്നു. അപ്പൊ ഈ രണ്ട് റീസൺസുമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്ട്രെസ് നിങ്ങളുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ അഫക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ സ്ട്രെസ് ആകുമ്പോഴേക്കും, അതായത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് പ്രഗ്നൻസി ആണോ എന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴേക്കും എങ്ങനെയാവട്ടെ ഒരു 50 രൂപയുടെ ഒരു കാർഡ് അല്ലേ ഉള്ളൂ, അത് മേടിച്ച് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. വളരെ ഏർലി സ്റ്റേജിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കാർഡിന് അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എല്ലാവർക്കും ഇതുപോലെ അല്ല കേട്ടോ. ഏർലി സ്റ്റേജിൽ, അതായത് പീരിയഡ്സ് മിസ് ആവുന്നതിന് മുൻപ് തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ ശരീരത്തിലെ HCG ഹോർമോൺ തുടക്കത്തിലെ സമയത്ത് കൂടുതലായതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടുന്നത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചത്.
എന്നാൽ മറ്റൊരാളുടെ കേസിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രഗ്നൻസി നിങ്ങൾ യൂറിനിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ HCG ഹോർമോണിന്റെ അളവ് കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ വീട്ടിലെ പ്രഗ്നൻസി ടെസ്റ്റ് നേരത്തെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഇമാജിൻ ചെയ്യും നെഗറ്റീവ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പൈനാപ്പിൾ കഴിക്കുക, പപ്പായ കഴിക്കുക, അല്ലെങ്കിൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രഗ്നൻസി നഷ്ടമായി പോകാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് ഈ 3 കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. സ്ട്രെസ് നിങ്ങളുടെ ഹോർമോൺസിന്റെ ലെവൽസിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. സ്ട്രെസ് മൂലം അഡ്രിനാൽ ഹോർമോൺ പ്രൊഡ്യൂസ് ആകും. സ്ട്രെസ് മൂലം നേരത്തെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് എന്നെല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ? എപ്പോഴാണോ നിങ്ങൾക്ക് പീരിയഡ്സ് മിസ് ആവുന്നത് അതിനേക്കാളും ഒരു 5 ദിവസത്തിന് ശേഷം മാത്രം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു ദിവസം ഒരു 50 തവണയെങ്കിലും ഈ ഒരു മെസ്സേജ് ഞാൻ നമ്മുടെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. പ്രഗ്നൻസി ഡേറ്റ് മിസ്സായിട്ട് നിങ്ങൾ ഒരു 5 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഏറ്റവും ആദ്യം രാവിലത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആഡിക്യുവേറ്റ് ആയിട്ടുള്ള ഒരു HCG ഹോർമോണിന്റെ അളവ് ഉണ്ടായിട്ടുണ്ടാകും. ചിലർക്ക് അതും കഴിഞ്ഞ് 10 ദിവസവും 15 ദിവസവും പ്രഗ്നന്റ് ആയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ശരീര പ്രകൃതി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈകി വന്നിട്ടും പ്രഗ്നൻസി ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശരീരത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരീരം ശ്രദ്ധിക്കണം. പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് മൂലമുണ്ടാവുന്ന PCOD ഒക്കെ മൂലമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളായിട്ടോ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ കൂടുതൽ ലിക്വിഡ്സ് എടുത്തിട്ട്, അതായത് ധാരാളം വെള്ളം കുടിച്ചിട്ട് ജ്യൂസ് കുടിച്ചിട്ടൊക്കെ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു കാർഡിന് ആക്യുറസി ഉണ്ടാവില്ല. ധാരാളം വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മുടെ യൂറിൻ ഡൈല്യൂട്ട് ആകും. യൂറിൻ ഡൈല്യൂട്ട് ആയി കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന HCGയുടെ അളവും ഡിഫറന്റ് ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഏർലി സ്റ്റേജിൽ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മോർണിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഡേ ടൈമിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾ 4 മണിക്കൂറോളമെങ്കിലും യൂറിനേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 4 മണിക്കൂറോളം നിങ്ങൾ വെള്ളം അമിതമായിട്ട് കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അതിനുശേഷം മാത്രമേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാർഡ് വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും 100% ആക്യുറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 90%, 99% അല്ലെങ്കിൽ ഒരു 95% എങ്കിലും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതിന് ശേഷവും നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ, നിങ്ങൾക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പീരിയഡ്സ് മിസ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബീറ്റ HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഇതുപോലെ ഏർലി മോർണിംഗിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്തെടുത്ത് ചെയ്യുന്ന ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്യുറസിയും കൃത്യമായിട്ട് ഉണ്ടാകും. ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ട് HCG വാല്യൂ എന്നുള്ളൊരു കൗണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും, നമ്പർ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയും പ്രഗ്നൻസി ആക്യുറസി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ടെൻഷൻ ആകാതിരിക്കുക. ഞാൻ ഈ തുടക്കത്തിലേ പറഞ്ഞ മെയിലിൽ ആ കുട്ടി ആദ്യം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര ഷിവറിംഗ് ആയിരുന്നു. കാരണം ഫാമിലിയിൽ നിന്ന് തന്നെ ഒരുപാട് പ്രഷർ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ഭയങ്കര ടെൻസ്ഡ് ആയിട്ടായിരുന്നു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അതിനുശേഷം മെയിൽ ഇങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു 5 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി കൂളായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞു. കാരണം ആ കുട്ടി ഓൾറെഡി മെയിലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ചേച്ചി, ടെൻഷൻ മൂലം റിസൾട്ട് നെഗറ്റീവ് ആകുമോ എന്ന് ആ കൊച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു, എന്താ ആയിക്കോട്ടെ റിസൾട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ഫെയിന്റ് ലൈൻ കിട്ടി എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തു. അങ്ങനെ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ലൈൻസും അല്ലെങ്കിൽ കിട്ടുന്ന റിസൾട്ടും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ദയവായിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്, ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്, അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ദി ചൂസ് വേൾഡ് ഓവുലേഷൻ കാൽക്കുലേഷൻ എന്ന് ടൈപ്പ് ചെയ്തതിന് നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതായിരിക്കും. ഓവുലേഷൻ ട്രാക്ക് ആപ്ലിക്കേഷൻ എന്ന് ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ സൈക്കിൾ ലെങ്ത്
ലെങ്ത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണ് ബ്ലീഡിങ് വരുന്നത്, അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അതായത് കഴിഞ്ഞ മാസം 1-ാം തീയതി ആണെങ്കിൽ ഈ മാസം 5-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ ഈ മാസം 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അതെണ്ണി പറയുന്നതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.